അപ്പം നമുക്കിന്നൊരു കുക്കറപ്പം ഉണ്ടാക്കിയാലോ? അരി കുതിർക്കാതെ കുക്കറില്ലാതെ എങ്ങനെ ഒരു കുക്കറപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ യൂട്യൂബിൽ റെഫറൻസ് ഉള്ള താത്ത എങ്ങനെയാണ് പറയണേ, അതാ ഞാനും അങ്ങനെ തന്നെ പറഞ്ഞേ. ആദ്യം നമ്മുടെ അപ്പത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുത്തിട്ട് ഉരുക്കാൻ വെക്കണേ. അടുത്തത് നമുക്ക് മിക്സ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടത് അരിപ്പൊടിയാണ്. 1 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് വെള്ളം എന്നുള്ള അളവിന് വേണേ ചേർത്ത് കൊടുക്കാനായിട്ട്. ശ്രദ്ധിക്കണേ, വെള്ളത്തിൻ്റെ അളവ് കൂടി പോവാതെ നോക്കണേ. അതിലേക്ക് ഫ്ലേവറിന് വേണ്ടി 2 മണി ഏലക്ക നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ഇടാം കേട്ടോ. അതേപോലെ കുറച്ച് ജീരകം കുറച്ച് മാത്രം മതി. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണേ. നല്ല രീതിക്ക് മിക്സാക്കി എടുത്തോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാവേ. മാറ്റി വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണേ. നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കണം. അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും ഈ സമയം കൊണ്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. തേങ്ങാക്കൊത്തും ചെറിയുള്ളി അരിയുമ്പോൾ ശ്രദ്ധിക്കണം, നൈസായിട്ട് അരിയാൻ വേണ്ടി നോക്കണേ. നമ്മുടെ മാവിന് അളവിന് ആവശ്യമായിട്ടാണ് കേട്ടോ ചെറിയുള്ളിയും തേങ്ങാക്കൊത്തൊക്കെ എടുക്കേണ്ടത്. ആ സമയം കൊണ്ട് നമ്മുടെ ശർക്കരപ്പാനി നല്ല രീതിക്ക് ആയി വന്നിട്ടുണ്ട്. ഒന്നായി കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നല്ലോണം ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം നമ്മുടെ മാവിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. മിക്സ് ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കണം, കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സാക്കി ഒന്ന് മാറ്റി വെക്കണേ. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്താൽ നമ്മുടെ മാവ് ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവ് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ആ ടൈം കൊണ്ട് ഒരു പാൻ എടുക്കുക. പാനോ കടായോ ഏത് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം തേങ്ങാക്കൊത്തും ചെറിയുള്ളി ഇട്ട് ഇളക്കുക. നിങ്ങൾക്ക് നെയ്യും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തേങ്ങാക്കൊത്തൊന്ന് മൂത്തതിന് ശേഷം ചെറിയുള്ളി ഇട്ടാൽ മതി. ഞാൻ രണ്ടും ഒരുമിച്ചിട്ടുകൊണ്ട് തന്നെ തേങ്ങാക്കൊത്ത് അധികം അങ്ങ് ചുമന്ന് കിട്ടിയില്ല കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു ഗോൾഡൻ കളറാകുമ്പം നമ്മുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എനിക്കിവിടെ കുറച്ചധികം മിക്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ചുട്ടെടുത്തത്. നമ്മുടെ മിക്സ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്ലെയിം സിമ്മിൽ വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതൊന്ന് മിക്സ് ആയി കൊടുക്കുക, ഇളക്കണ്ട, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കൊടുത്തതിന് ശേഷം മൂടി വെക്കുക കേട്ടോ. മൂടി വെച്ച് ഒരു 15 മിനിറ്റ് സിമ്മിൽ വേവിച്ചെടുത്ത് തുറന്നാൽ നമ്മുടെ കുക്കറപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ വെന്തോന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് കോമെൻറ്റിൽ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ അപ്പം ഇതാ ഇവിടെ സോഫ്റ്റായിട്ട് നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.